ഇവിടെ വർഗീയ കലാപത്തിനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഒരിക്കലും ഉടനെ എങ്ങും കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ LTT നമ്മുടെ ബ്ലാക്ക് ജൂലൈക്ക് ശേഷം LTT ശ്രീലങ്കയിൽ ശക്തി പ്രാപിച്ചു വരുന്ന പോലെ ടൈലോയും തമിഴ് ഈഴവും TNTയും അങ്ങനെയുള്ള സംഘടനകളൊക്കെ പുറകോട്ട് പോയ സമയത്താണ് LTT വളർന്നു കയറിയത്. ആ LTT വരുന്നത് LTTയുടെ ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് തമിഴ്നാടായിരുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് അവർ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. രാത്രി തമിഴ്നാട് തീരത്തുനിന്ന് പോയി അവിടെ അറ്റാക്ക് നടത്തിയിട്ട് തിരിച്ച് തമിഴ്നാട് തീരത്ത് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം രാജീവ് ഗാന്ധി വധക്കേസിൽ അവർ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെ വധിച്ചപ്പോൾ എന്തു പറ്റി? അവർക്ക് അവരുടെ ഈറ്റില്ലം ഇല്ലാണ്ടായി, അവരുടെ സേഫ് പ്ലേസ് അവർക്ക് നഷ്ടപ്പെട്ടു, തമിഴ്നാട്ടിൽ നിന്ന് അവർ തുരത്തപ്പെട്ടു. അതാണ് LTT കാണിച്ച ഏറ്റവും വലിയൊരു ബുദ്ധിമോശം എന്ന് പറയുന്നത്. അവർ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വധിച്ചപ്പോൾ അവർക്ക് എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടും എല്ലാവിധ ഇതും ഉണ്ടായിരുന്ന ഗ്രൗണ്ട് സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്ന തമിഴ്നാട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് പോയി. ഇതാണ് ഇവിടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കേരളത്തിൽ ഉടനെയെങ്ങും ഒരു വലിയൊരു വർഗീയ കലാപമോ സീരിയൽ ബോംബ് ബ്ലാസ്റ്റോ ഒന്നും ഉണ്ടാകില്ല. കൈവെട്ട് തലവെട്ട് ഇങ്ങനെ വെട്ടിക്കൊല്ലൽ, വീട്ടിൽ കയറി ആക്രമിച്ച് കൊല്ലൽ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടാവും. പക്ഷെ അല്ലാതെ ഒരു ഭയങ്കരമായ ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റോ ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവില്ല. കാരണം ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് ആലോചന, അവർക്ക് പരിശീലനം, അവർക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ട്, മണി കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യാനുള്ള എല്ലാം, ഇതിനെല്ലാത്തിനും ഒരു തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ട 100% കാര്യങ്ങളും വളരെ ഇതായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും സേഫസ്റ്റ് പ്ലേസ്. ഇവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം ഇവിടെ ഉടനെ ഉണ്ടാക്കിയാൽ ഇവിടുന്ന് അവർ പുറന്തള്ളപ്പെടും. ഇവരുടെ പേരിൽ നടപടി എടുക്കാണ്ടിരിക്കാൻ പറ്റാതാവും. ഇവിടെ റെയ്ഡ് ചെയ്യപ്പെടും. അപ്പോൾ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവർക്ക് നഷ്ടപ്പെടും. എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉടനെയെങ്ങും ഒരു വർഗീയ കലാപമോ ഒരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റോ ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാവാനുള്ള മറ്റൊരു ചാൻസ് ഉണ്ടായാൽ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു ഡെമോക്രസിന്റെ വാൾ നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടപ്പും. അത് ആരാണെന്ന് ഇപ്പോഴും പിക്ചറിൽ അവരില്ല. 20 ലക്ഷം എന്ന് സർക്കാർ കണക്കിലും, എന്നാൽ 40 ലക്ഷത്തിനടുത്ത് ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ ക്യാരംസ് ബോർഡും LED ടിവിയും പാലും മുട്ടയും എല്ലാം കൊടുത്ത് നമ്മളിവിടെ വളർത്തുന്നുണ്ട്. ഇതിൽ യഥാർത്ഥ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത് ലോക്ക്ഡൌണിന് ശേഷം 9 ട്രെയിനുകളിൽ ഇവിടുന്ന് തിരിച്ചു നാട്ടിലേക്ക് പോവുകയുണ്ടായി. അതിൽ ഒരു ട്രെയിനിൽ 1500 പേർ വെച്ച് കണക്കുകൂട്ടിയാലും 9 ട്രെയിനുകളിൽ പോയവർ എത്രയാണ്? അവരും പിന്നെ കുറച്ചു പേരും മാത്രമാണ് യഥാർത്ഥ അന്യ സംസ്ഥാന തൊഴിലാളികൾ. അല്ലാതെ ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന റോഹിംഗ്യൻസും ബംഗ്ലാദേശികളും ഇവിടെ സേഫ് ആയിട്ട് താമസിക്കുന്നുണ്ട്. നാളെ ഒരു വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടായാൽ അതിന്റെ മുൻപന്തിയിൽ എത്തുക ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യൻസുമായിരിക്കും. അവരെ പിന്നിൽ നിന്നായിരിക്കും മറ്റുള്ളവർ നിയന്ത്രിക്കുക. ഒരൊറ്റ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ സന്ദേശം മതിയാവും. നമ്മൾ കണ്ടു ഇവിടെ കഴിഞ്ഞ ഇടയിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ എറണാകുളത്ത് രാത്രി ഒരു പ്രകടനം നടത്തി. എത്ര മിനിറ്റുകൾ കൊണ്ടാണ്, ഏതാനും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് വലിയ ഒരു കൂട്ടം അവിടെ ആൾക്കാരെത്തിയിട്ട് അവിടെ ഇത് നടത്തിയത്. അതിലും ഉണ്ടായിരുന്നു അന്യ സംസ്ഥാന തൊഴിലാളികൾ.